സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകാരുടെ എന്താണ് പ്രൈവറ്റ് ബസ്സുകാരുടെ ആശങ്ക? ഇപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ KSRTC പിന്നെ ഫ്രീ ആയ സമയം മുതൽ പ്രൈവറ്റ് ബസ്സുകാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം സ്ത്രീകൾ കൂടുതലും ജോലിക്ക് ബസ്സിനെ ആശ്രയിക്കുന്നത് സ്ത്രീകളാണ്. അപ്പോൾ നമുക്കത് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ഡീസലിന് വില കൂടി പിന്നെ നമ്മുടെ ഇപ്പോൾ ഹൈവേ എല്ലാം വന്നത് കൂടുതൽ നമ്മളിപ്പോൾ സർവീസ് ഓർഡറും ചുറ്റിയിട്ടാണ് ബസ്സെല്ലാം പോകുന്നത്. അപ്പോൾ ഡീസൽ ചാർജും കൂടുതലാണ്, ഡീസലിന് വില കൂടുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണത്. പക്ഷേ ഇതിന് നല്ല കാര്യം പറയുന്നത് വെച്ചാൽ സ്കൂൾ കുട്ടികൾക്ക് അത് ഫ്രീ കൊടുത്തത് നമ്മൾ നല്ലൊരു കാര്യം തന്നെയാണ്. ജനങ്ങൾ നമ്മളിപ്പോൾ നമുക്ക് ഈ ബസ്സിൻ്റെ ഓടി എത്താത്ത ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ കുട്ടികളെ നമുക്ക് എടുക്കാനും പറ്റില്ല. അപ്പോൾ അതിന് ജനങ്ങളും പ്രശ്നമാക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയായി മാറും. കാരണം സ്ത്രീകൾ തന്നെയാണ് കൂടുതലും ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ബാക്കി ആണുങ്ങളൊക്കെ പിന്നെ കൂടുതലും ബൈക്കും കാറുമെല്ലാം എടുത്തിട്ട് പോകുന്നതാണ്. യാത്ര കൊടുക്കുന്നത് ശരിയല്ല, പുരുഷന്മാർക്കും കൊടുക്കണം. കാരണം പുരുഷന്മാർ അധ്വാനിച്ചു കൊണ്ടിരുന്ന പൈസനെ കൊണ്ടല്ല സ്ത്രീകളെ യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് ഈ പരിപാടിനെ കൊണ്ടൊന്നും ഇവിടെ ഇതില്ല. ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ നിർത്തും, എല്ലാ പ്രൈവറ്റ് ബസ്സും നിർത്തും. അവർക്കൊന്നും ഓടിയാൽ മുതലാവില്ല. എന്നാലും നഷ്ടത്തിലേ പോവുള്ളൂ. KSRTC ഇപ്പം സൗജന്യ യാത്രയല്ലേ കൊടുക്കുന്നേ, പൈസ വാങ്ങിച്ചിട്ടല്ലല്ലോ. ഇപ്പം തന്നെ നിലവിൽ നഷ്ടത്തെ പോകുന്നെടുക്കുക, ഇനി അതിലും കൂടുതൽ നഷ്ടം അനുഭവിക്കും. ചിലപ്പോൾ സ്ത്രീകൾക്ക് ഇന്നോട്ട് KSRTC സൗജന്യമാണ്. അപ്പോൾ നിങ്ങൾ KSRTC നേരത്തെ ആരും അങ്ങനെ ആശ്രയിക്കാറുണ്ടായില്ല, സ്ത്രീകൾ അങ്ങനെ കുറവാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നല്ല കാര്യം തന്നെയാണ്, ജോലിക്ക് പോകുന്നവർക്ക്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിന്റെ മേഖല അപ്പം അവരുടെ ഇതെന്താവും? പക്ഷെ അത് അത്രയല്ലേ ബസ്സുകൾ ഉള്ളൂ, എല്ലാം ഇങ്ങനെ ഓടുന്നില്ലല്ലോ. കുറച്ച് KSRTC ബസ്സുകൾ മാത്രമല്ലേ അതിനുള്ളൂ. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. ചേട്ടാ, ഈ KSRTC ബസ്സിൽ സൗജന്യ യാത്ര അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് നല്ലതാണ്. പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും നല്ലതാണ്. പിന്നെ സ്ത്രീ കുറച്ച് സ്വാതന്ത്ര്യമായല്ലോ. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കും, ഞങ്ങൾ കണ്ണൂർ പ്രത്യേകിച്ച് അങ്ങനെ KSRTC അധികമായിട്ട് സർവീസില്ല. പൊതുവെ പ്രൈവറ്റാണ് കൂടുതൽ, പ്രത്യേകിച്ച് കണ്ണൂർ പുത്തുറമ്പൊക്കെ പ്രൈവറ്റ്. എന്നാലും വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് തോന്നുന്നു. അത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. ഓൾറെഡി KSRTC നഷ്ടത്തിലുള്ളൊരിതാണ്. അപ്പോൾ ഇത് വന്ന് അധിക ബാധ്യതയാവുക സർക്കാരിനും KSRTC നഷ്ടത്തിലാവുക. വേറെ ഏതെങ്കിലും രീതിയിൽ വരാം സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് പിന്നെ ഉപകാരം. ഇതിപ്പോൾ ഗവൺമെൻറ് ജോലി നല്ല സാലറി വാങ്ങുന്ന ആൾക്കാരായാലും ഇതിനെയാണ് ആശ്രയിക്കുക. അപ്പോൾ അത് അവരുടെ ഒരുപാട് ഇപ്പോൾ BPL ഉള്ളയോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ രീതിയിൽ അങ്ങനെ കൊടുക്കുന്നതാണ് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സീനിയർ സിറ്റിസണ് ഈ ഒരു സ്ത്രീകൾക്ക് കൊടുക്കുന്നതിന് പകരമായിട്ട് സീനിയർ സിറ്റിസണ് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ അല്ല, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് കോളേജുകളിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതാണോ നല്ലത്? അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ്. കോളേജും അവർക്കും ഫ്രീ അല്ല, കുറച്ചും കൂടി ഒരു കൺസെഷൻ നൽകിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഉപകാരപ്പെടുമായിരുന്നു. ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് പകരം കുറച്ചുകൂടി കൺസെഷനോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അല്ല, പിന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ടും കുറച്ചും കൂടി ഉപകാരപ്പെടുമായിരുന്നു. KSRTC സൗജന്യ യാത്ര UDF സർക്കാർ 5 ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്തു. അതിലൊരു ഗ്യാരണ്ടി ഇന്ന് 15 നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് അത് നടപ്പിലാക്കി. നല്ലതാണ്. പുരുഷന്മാർക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ഒന്നാമത് സ്ത്രീകൾക്ക് കൊടുത്തേ പ്രൈവറ്റ് ബസ് നശിച്ചിന് 80% സ്ത്രീകളാണ്. 80% സ്ത്രീകൾ കയറിയാന്ന് KSRTC കയറിയ പ്രൈവറ്റ് ബസ്സിന് എന്താ ഉണ്ടാകുക? ഓൾറെഡി ഇപ്പോൾ എണ്ണയും ഡീസലിനെല്ലാം പൈസ കൂടിയിട്ട് ₹1 ബാക്കിയാവുന്നില്ല. ഒരു 2000 രൂപ ബാക്കിയായാൽ മുതലാളിമാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇതൊരു ഉപകാരം ഇല്ലാണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എല്ലാവരും 5 മിനിറ്റ് ഗ്യാപ്പിൽ KSRTC വരേണ്ടത് ഇപ്പോൾ ഓരോ മിനിറ്റിലാണ് KSRTC ഉള്ളത്. അതിൻ്റെ ഒരു മാറ്റം കൂടി കൊണ്ടുവരിക. 5 മിനിറ്റ് കൊടുത്താൽ തന്നെ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടും. പിന്നെ ഏതായാലും KSRTC നശിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറം കൂടുതൽ നശിച്ചില്ലാണ്ട് വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല.